السلام عليكم ورحمة الله وبركاته. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. തക്കതായ കാരണം കൂടാതെ അള്ളാഹു പവിത്രമാക്കിയ ഒരു വ്യക്തിയെയും കൊല ചെയ്യാത്തവരാണ് പരമകാരുണികന്റെ ഇഷ്ടദാസന്മാർ. കൈകളിൽ അപരന്റെ നിരപരാധികളുടെ രക്തം പൊരുളാത്തവർ അവരാണ് ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ ഇഷ്ടദാസന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് വിശേഷിപ്പിച്ചതാണ് വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുന്നവരുമല്ല. വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമാ, ആരാണോ ഇത്തരം അധാർമിക പ്രവർത്തനങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കി ഈ കടുത്ത പാതകങ്ങൾ ചെയ്യുന്നത്, യൽഖാ അസാമാ, അവൻ അതിന്റെ പാപത്തിന്റെ തിക്തഫലം നാളെ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. പ്രധാനമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന് ശേഷം അള്ളാഹുവിന്റെ അവകാശമായ തൗഹീദ്, ഏകദൈവാരാധന, അതിൽ വിരുദ്ധമായ മായം ചേർക്കുന്ന പ്രവർത്തനം ശിർക്ക് എന്നതിന്റെ തൊട്ടു പിന്നാലെ അല്ലാഹു തആല പറയുന്നത് വലാ യഖ്തുലൂന നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഹഖുണ്ടെങ്കിലൊഴികെ, ന്യായപ്രകാരമല്ലാതെ ഒരു നിരപരാധിയുടെ രക്തം ചിന്താത്തവർ അവനാണ് ഇബാദുർ റഹ്മാൻ. അങ്ങനെ ചെയ്യുന്നവൻ അതിന്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇജ്തനിബുസ് സബ്അൽ മൂബിഖാത്ത്, 7 നാശഹേതുക്കളായ ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന 7 പ്രധാനപ്പെട്ട പാപങ്ങളെ നിങ്ങൾ വെടിയുക, ജീവിതത്തിൽ ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്ത് ചോദിച്ചു, വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ഏതാണ് 7 കടുത്ത പാപങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് ഒന്നാമത്തേത്. വീണ്ടും ആ ശിർക്കിന്റെ ഒരു ഭാഗമായ വസ്യഹം, മാരണപ്രവൃത്തി, അത് ചെയ്യൽ. മൂന്നാമതായി അവിടുന്ന് എണ്ണിയത് വഖത്ലുൻ നഫ്സി അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു പവിത്രമാക്കിയ കൊല്ലരുത് എന്ന് പറഞ്ഞ, അള്ളാഹു വിലക്കിയ ഒരു വ്യക്തിയെ, നിരപരാധിയെ വധിക്കുക, കൊലപ്പെടുത്തുക. അള്ളാഹുവിന്റെ ഹക്ക് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ കൊലപാതകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം ഈ ഒരു വിഷയത്തിന് നൽകുന്നുണ്ട്. അനേകം ആയത്തുകൾ, ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മുൻകാലങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ബാലിശമായ കാരണങ്ങളിൽ സ്വന്തം രക്തബന്ധങ്ങളെ പോലും കൊന്നുകളയുന്നവർ, കുടുംബ കലഹങ്ങളുടെ പേരിൽ, അവിഹിത ബന്ധങ്ങളുടെ പേരിൽ, സാമ്പത്തിക ചൂഷണത്തിന്റെ തട്ടിപ്പുകളുടെ പേരിൽ, ഇങ്ങനെ പല വിധത്തിൽ കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ചിലർ വ്യക്തി തർക്കങ്ങളുടെ പേരിൽ കോപത്തിന് അടിപ്പെട്ട് തന്റെ സഹോദരനെ, അപരനെ വധിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ സ്വന്തം മാതാപിതാക്കളെ പോലും വധിച്ചു കളയുന്ന ആളുകളുണ്ട്. വാർദ്ധക്യം എത്തുമ്പോൾ അവരെ ചുമന്നു നടക്കാൻ കഴിയാതെ, അവരെ പരിപാലിക്കാൻ കഴിയാതെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയണമെന്ന ചിന്ത, അല്ലെങ്കിൽ സ്വന്തം സന്താനങ്ങളെ കൊന്നുകളയുന്ന മാതാപിതാക്കൾ, ഇതെല്ലാം ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങൾ വായിക്കുന്ന, കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നാൽ ഇസ്ലാം ഇതിന് നൽകുന്ന ഗൗരവം എത്ര വലുതാണ്. ഒരു മനുഷ്യൻ ഒരാളെ കൊന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅൻ, ഒരാളെ കൊന്നതിന്റെ ശിക്ഷ എന്നോണം തിരിച്ചു കൊല്ലുന്നതോ അല്ലെങ്കിൽ ഭൂമിയിൽ മറ്റുള്ളവരുടെ സമാധാനം കെടുത്തുന്ന രൂപത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന
കുഴപ്പക്കാരായ ആളുകൾ ആ കുഴപ്പത്തിന്റെ പേരിൽ അല്ലാതെ ഒരു മനുഷ്യൻ ഒരു നിരപരാധിയെ ആരെങ്കിലും കൊന്നാൽ ഫകഅന്നമാ ഖതല الناس ജമീഅ, അവൻ ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. കുറ്റത്തിലല്ലെങ്കിലും അവൻ ഏതൊരു മനുഷ്യനെയും, ഒരാളെ അന്യായമായി കൊല്ലുന്നവനെ സംബന്ധിച്ചിടത്തോളം ആരെയും തക്കം കെട്ടിയാൽ കൊല്ലാൻ അവൻ ധൈര്യം കാണിക്കും. അവൻ ഒരു നഫ്സിനും അവന്റെ മുന്നിൽ വിലയില്ല. അള്ളാഹു പവിത്രമാക്കിയ ഒരു ആത്മാവിനും അവൻ നില നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഫകഅന്നമാ ഖതല الناس ജമീഅ, മുഴുവൻ മനുഷ്യരെയും കൊന്നവന് സമമാണ് അവൻ. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ, ആരാണോ ഒരു മനുഷ്യനെ അവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്, ഒരു നഫ്സിനെ ജീവിപ്പിക്കുന്നത്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്, കൊല്ലാതെ വിട്ടേക്കുന്നത്, അവൻ ഭൂലോകത്തെ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവന് സമാനമാണ് എന്നാണ് ഇസ്ലാമിക അധ്യാപനം. ഇസ്ലാമിക അധ്യാപനങ്ങൾ നോക്കുമ്പോൾ കൊല്ലാൻ അനുവാദമുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലാൻ അനുവാദം നൽകുന്ന സന്ദർഭങ്ങളുണ്ട്. അത് അവന്റെ കുറ്റകൃത്യങ്ങളുടെ പേരിലാണ്. അല്ലാത്ത പക്ഷം അടിസ്ഥാനം ഒരു നഫ്സിനെയും ഒരു വ്യക്തിയെയും കൊല്ലാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ആത്മാവുള്ള ഒന്നിനെയും. നമുക്ക് കൊല്ലാൻ അനുവദിക്കപ്പെട്ട മൃഗങ്ങളുടെ വിഷയം തന്നെ എടുത്താൽ അത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും അവരുടെ സൗകര്യങ്ങൾക്കും വേണ്ടിയാണ്. ഒരു മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു മിണ്ടാപ്രാണിയെ കൊന്നാൽ തന്നെ അവന് വർദ്ധിച്ച ശിക്ഷകളാണ് ഇസ്ലാം പറയുന്നത്. ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ അങ്ങനെ ചത്തുപോയ ഒരു പൂച്ച അതിന്റെ യജമാനത്തിൽ നരകത്തിലാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്. എങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യനെ കൊന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അതിൽ ഇസ്ലാം രണ്ട് കോണിൽ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നിരപരാധിയായ കൊല്ലാൻ അനുവാദമില്ലാത്ത ഒരു മനുഷ്യനെയും കൊല്ലരുത്. അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ. മുസ്ലിമിനെ കൊല്ലുന്നതിന്റെ ഗൗരവം ഒന്നുകൂടി പറഞ്ഞു കാണും. കാരണം അവന് ഈമാൻ കൂടി ഉള്ളതുകൊണ്ട്. നിരപരാധിയായ ഒരു നഫ്സിനെയും ഹനിക്കരുത്, കൊല്ലരുത് എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെയും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ എല്ലാം പിതൃത്വം ഇസ്ലാം ഏറ്റെടുക്കേണ്ട ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്രത്തോളം കണിശമായി ഒരു മനുഷ്യനെയും കൊല്ലരുത് എന്ന് നിഷ്കർഷിക്കുന്ന ഇസ്ലാമിക അധ്യാപനങ്ങൾ, പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെയും അല്ലെങ്കിൽ ഏതോ വിവരദോഷികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയും എല്ലാം പാപഭാരം ഇസ്ലാം ഏറ്റെടുക്കേണ്ട ദൗർഭാഗ്യകരമായ അവസ്ഥ. ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം പോലും കൊല്ലപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിമല്ല, മുസ്ലിം പോലും കൊല്ലപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ദമു മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസ്. മൂന്നാലൊരു കാരണമുണ്ടായാൽ ഒരു മുസ്ലിം പോലും കൊല്ലപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഫ്സു ബിന്നഫ്സ്. ഒരാളെ കൊന്നാൽ, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ അയാളെ പകരത്തിന് കൊല്ലും. ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ അസ്സയ്യിബുസ്സാനി, ഇസ്ലാമിക ശരീഅത്ത് നിയമമനുസരിച്ച് വിവാഹിതനായ വ്യഭിചാരി, അയാളുടെ വ്യഭിചാരം തെളിയിക്കപ്പെട്ടാൽ, ആ കുറ്റകൃത്യം ഇസ്ലാമിക കോർട്ടിൽ അംഗീകരിക്കപ്പെട്ടാൽ മുസ്ലിം ഗവൺമെന്റ് അയാളുടെ മേൽ വധശിക്ഷ നടപ്പിലാക്കും. അതുപോലെ തന്നെ അത്താരിഖുൽ ദീനിഹി അൽ മുഫാരിഖുൽ ജമാഅ, മുസ്ലിം സഖ്യത്തിനോടൊപ്പം നിൽക്കുകയും സ്വന്തം ദീനിനെ വെടിഞ്ഞുകൊണ്ട് ദീനിനെതിരിൽ പ്രവർത്തിച്ച, അതിൽ നിന്ന് പുറത്തുപോയ ആളുകൾ, അവരും ഇസ്ലാമിക ഗവൺമെന്റിന് തക്കതായ ശിക്ഷ, വധശിക്ഷ നടപ്പിലാക്കാൻ അനുവാദം നൽകുന്നുണ്ട്. ഇസ്ലാം വധശിക്ഷ പറയുന്നിടത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് വ്യക്തികളല്ല ചെയ്യേണ്ടത്. വ്യക്തികൾക്ക് മറ്റൊരു മനുഷ്യനെ വധിക്കാൻ അധികാരം നൽകുന്നില്ല, ഏത് കുറ്റത്തിനാണെങ്കിലും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യനെ ഒരാൾ ആക്രമിക്കാൻ വരുന്നു, അവനെ കൊല്ലാൻ വരുന്നു, അന്യായമായി അവനെ കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ, സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, സമ്പത്ത് കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു. അയാൾ പ്രതിരോധിക്കുന്ന മാർഗത്തിൽ, ആ പ്രതിരോധത്തിന്റെ ഇടയിൽ അയാൾ ശത്രു കൊല്ലപ്പെടുകയാണെങ്കിൽ അയാൾക്ക് കുറ്റമില്ല എന്നാണ്. ആ സന്ദർഭത്തിൽ മാത്രമാണ് വ്യക്തികൾക്ക് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളത്. തന്നെ ആക്രമിക്കാൻ വരുന്ന, തന്റെ കുടുംബത്തെ, സ്ത്രീകളെ, മക്കളെ ഉപദ്രവിക്കുന്ന ഒരു അക്രമിയെ ചെറുക്കാൻ
അതിനെ തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അവനെ വധിച്ചെങ്കിലല്ലാതെ അവന്റെ ഉപദ്രവം നീങ്ങുന്നില്ല എന്ന് കണ്ടാൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കൊല്ലാൻ ആ സന്ദർഭത്തിൽ അനുവാദമുണ്ട്. അത് കഴിച്ചാൽ ഇസ്ലാമിക ശിക്ഷകൾ പറയുന്നിടത്തൊക്കെയും അത് മുസ്ലിം ഗവൺമെന്റ്, ഇസ്ലാമിക ഭരണം, അതിന്റെ കീഴിലുള്ള കോടതികൾ, അല്ലെങ്കിൽ ആ സൈന്യം, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് സൈന്യം വിന്യസിച്ച ശത്രുക്കളെ ശത്രുപാളയത്തിൽ വധിക്കുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിരോധികൾ, ഇസ്ലാമിക ശത്രുക്കൾ, ഇസ്ലാം വിമർശകർ പ്രത്യേക സാഹചര്യങ്ങളിൽ, യുദ്ധ സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ശത്രുതയിൽ കഴിയുന്ന, ശത്രുത നിലനിൽക്കുന്ന, പക നിലനിൽക്കുന്ന ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ അവരെ വധിക്കണമെന്ന് പറയുന്ന ചില ആയത്തുകളുടെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഇസ്ലാം അന്യമതസ്ഥരെ നിഷ്കർമ്മം കൊല്ലാൻ പഠിപ്പിക്കുന്നു, കാഫിറുകളെ, കലിമ ചൊല്ലാത്തവരെ കൊല്ലാൻ പഠിപ്പിക്കുന്നു എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിരപരാധിയായ ഒരു മനുഷ്യനാണ്, മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ, നിരപരാധിയെ വധിക്കരുതെന്ന് പറയുന്ന അനേകം ആയത്തുകളും ഹദീസുകളും ഈ കൂട്ടർ വിസ്മരിക്കുന്നു. കൊല്ലണം എന്ന് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിക്കുകയും കൊല്ലുന്നത് മഹാപാപമാണെന്ന് പറഞ്ഞ ഇസ്ലാമിക അധ്യാപനങ്ങളെ മൂടിവെക്കുകയും ചെയ്യുന്നു ഇസ്ലാം വിമർശകർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തുൽ ജന്നah. മുസ്ലിമീങ്ങളുമായി സമാധാന സന്ധിയിൽ, സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഇതര മതസ്ഥരെ ആരെങ്കിലും കൊല്ലുന്ന പക്ഷം അവന് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുന്നതല്ല എന്നാണ്. സ്വർഗത്തിന്റെ പരിമളം 60-40 വർഷത്തെ അത്രയും വഴിദൂരം വീശിയടിക്കുന്നതാണ്. അത് അവന് കിട്ടൂലമാണ്. സ്വർഗത്തിന് മണം കിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് വലിയ കുറ്റമാണ്. മുആഹദ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ഭരണാധികാരികൾ സംരക്ഷണം നൽകിയ അമുസ്ലിമാണ്, ജിമ്മിയാണ്, ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ അവർക്ക് ജീവിക്കാൻ, അവർ അമുസ്ലിങ്ങളായിക്കൊണ്ട് തന്നെ ജീവിക്കാൻ അനുവാദം കൊടുക്കുകയും ആ നാട്ടിൽ അവരുടെ വിശ്വാസം നിലനിർത്താൻ ഇസ്ലാമിക ഭരണാധികാരി അനുവാദം കൊടുത്ത, സ്വാതന്ത്ര്യം കൊടുത്ത അമുസ്ലിങ്ങളാണ് മുആഹദ് എന്ന് പറഞ്ഞാൽ. അവരെ ജിമ്മികളെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മറ്റ് കച്ചവട ആവശ്യങ്ങൾക്കോ അവിടെ എന്തെങ്കിലും വ്യാപാരത്തിനൊക്കെ വരുന്ന ആളുകൾ, മുസ്ലിം രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ, മുസ്തഅ്മിൻ, മുസാലിം, ഉടമ്പടിയിലുള്ളവർ, ഇങ്ങനെയൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കൊന്നാൽ അവന് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ സമൂഹത്തിൽ ഇവിടുത്തെ ഇതര മതസ്ഥരുമായി സന്ധിയിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന ഒരു അമുസ്ലിമിനെയും ഒരു മുസ്ലിമിനെ കൊല്ലാൻ കഴിയില്ല. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾ കൊന്നിട്ടുമില്ല, കൊല്ലുന്നുമില്ല. മറിച്ച് ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട ചില ജൂഢസൃഷ്ടികൾ, ഖവാരിജുകൾ, അവർ അന്നും ഇന്നും പ്രധാനമായും കൊന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ്. അത് ആധുനിക ഖവാരിജുകളായ ഐസിസ് ആകട്ടെ, അൽ ഖാഇദ ആകട്ടെ, അതുപോലെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഖാരിജി ചിന്തയുള്ളവർ, വിപ്ലവകാരികൾ. അവരുടെ ഭാഷയിൽ കലിമ ചൊല്ലാത്തവർ അമുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന പൊതുജനങ്ങളും അവരുടെ നിലപാടുകളുള്ള ആദർശങ്ങളോട് യോജിച്ചിട്ടില്ലെങ്കിൽ അവരുടെ കലിമയും ശരിയല്ല. നിങ്ങൾ നോക്കൂ, ഖവാരിജുകളുടെ ഇസ്ലാമിക ചരിത്രം അറിയുന്നവർക്ക് അറിയാം, ഖവാരിജുകൾ ചരിത്രത്തിലുടനീളം അധികവും കൊന്നിട്ടുള്ളത് മുസ്ലിം പൊതുജനങ്ങളെയാണ്. ഒന്നുകിൽ അവർ മുസ്ലിമീങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ കൊല്ലരുതെന്ന് പറഞ്ഞ അമുസ്ലിങ്ങൾ, നിരപരാധികളായ സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഇതര മതസ്ഥരെ കൊല്ലും. അതിലൂടെ ഇസ്ലാമിന്റെ പ്രതിച്ഛായ തകർക്കുവാനും ഇസ്ലാമിക പ്രമാണങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച ജിഹാദ് എന്ന സാങ്കേതിക ശബ്ദത്തെ പൊതുജനങ്ങളിൽ, ഇതര മതസ്ഥരിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുവാനുള്ള ഒരു പഴുത് തുറന്നു കൊടുക്കുകയും ചെയ്യും ഖവാരിജുകൾ. അതുകൊണ്ടാണ് 1400 വർഷങ്ങൾക്കപ്പുറം തന്നെ ഈ നീച വിഭാഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഖവാരിജു കിലാബുന്നാർ, ഖവാരിജുകൾ നരകത്തിലെ നായ്ക്കളാണ്, നരകത്തിലെ പട്ടികളാണവർ. ദുനിയാവിൽ ഒരു നികൃഷ്ട ജന്തുവാണ് നായ്. അതുപോലെ നരകത്തിലും ശിക്ഷ കിട്ടുന്നതിൽ നികൃഷ്ട വിഭാഗമാണ് ഖവാരിജുകൾ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒന്നും പിതൃത്വം ഇസ്ലാം ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരിലെ ഒരു ടൂറിസ്റ്റ് വില്ലേജിൽ, പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത്, സാധാരണ പൊതുജനങ്ങളെ
കടന്നാക്രമിക്കുകയും അത് ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പങ്കുള്ളത് വ്യക്തമാണ്. അതിന്റെ മറവിൽ മുസ്ലിങ്ങളെയും ഇതര മതസ്ഥരെയും സൗഹാർദ്ദത്തിൽ കഴിയുന്ന അന്യമതസ്ഥരെയും തമ്മിൽ വിദ്വേഷമുണ്ടാക്കുക, അവരെ ഒരു അകൽച്ച നിലനിർത്തുക, അപരമത വിദ്വേഷം വളർത്തുക എന്ന ഗൂഢമായ അജണ്ടയിൽ ഫാസിസ്റ്റുകളുടെ കൈകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നതും സംശയിക്കപ്പെടുന്നതാണ്, യാഥാർത്ഥ്യത്തിലേക്ക് വഴിവെക്കുന്നതാണ്. പക്ഷെ ഇസ്ലാമിന്റെ അധ്യാപനത്തെ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ക്രൂരമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഞാൻ ഈ പറഞ്ഞ ആയത്തുകൾ ഹദീസുകൾ എത്രയാണ് ഒരു നിരപരാധിയെ കൊല്ലുന്നതിന്റെ വിഷയം. ഇതിന് ഇസ്ലാമിന് യാതൊരു പങ്കുമില്ല. അതിന് ഇസ്ലാം കണക്ക് പറയേണ്ട കാര്യവുമില്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ നമുക്ക് ആയത്തുകൾ ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഹക്കുണ്ടെങ്കിലല്ലാതെ, കൊല്ലാൻ തക്കതായ കാരണമുണ്ടെങ്കിലല്ലാതെ ഒരു നഫ്സിനെയും നിങ്ങൾ കൊല്ലരുത് എന്നാണ് അല്ലാഹു തആല നമ്മളോട് ഉപദേശിക്കുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ നമുക്ക് പറഞ്ഞത് കാണാം, അൻ നഫ്സുൽ മുഹറമ, കൊല്ലരുത് എന്ന് പറഞ്ഞ വ്യക്തികൾ ആരൊക്കെയാണ്? മുഅ്മിനത്തുൻ കാനത് ഔ മുആഹദ, അത് സത്യവിശ്വാസിയാകട്ടെ, മുസ്ലിങ്ങളുമായി സൗഹാർദ്ദത്തിലുള്ള സമാധാന സന്ധിയിലുള്ള അമുസ്ലിങ്ങളാകട്ടെ, ഇല്ലാ ബിൽ ഹഖ് അല്ലദീ യൂജിബു ഖത്ലുഹ, ഖത്ൽ കൊല്ലണം എന്ന് നിർബന്ധമാക്കുന്ന തക്കതായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരെങ്കിലല്ലാതെ, അത് മുസ്ലിമാകട്ടെ മുആഹദാകട്ടെ, കൊല്ലരുത് എന്നതാണ് ഈ ആയത്തിന്റെ വിവക്ഷ. ഖുർത്തുബി രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ തഫ്സീർ സഅദിയിൽ നമുക്ക് കാണാം, അള്ളാഹു കൊല്ലരുത് എന്ന് പറഞ്ഞ നഫ്സ് വഹിയ നഫ്സുൽ മുസ്ലിമ മിൻ ദക്കരിൻ വ ഉൻസ സഗീറിൻ വ കബീർ ബർരിൻ വ ഫാജിർ. അത് കൊല്ലരുത് എന്ന് പറഞ്ഞത് പ്രധാനമായും ഒരു മുസ്ലിം, അത് ചെറിയതാകട്ടെ വലിയവനാകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ, അതുപോലെ തന്നെ വൽ കാഫിറ, അവിശ്വാസിയായ അമുസ്ലിമായ വ്യക്തിയാണെങ്കിലും, അല്ലദീ ഖദ് ഉസിമത് ബിൽ അഹ്ദി വൽ മീസാഖ്, മുസ്ലിമീങ്ങളുമായി സൗഹാർദ്ദത്തിലും സന്ധിയിലും കഴിഞ്ഞുകൂടുന്ന ഇതര മതസ്ഥരാകട്ടെ, കൊല്ലരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിന്റെ നിർദ്ദേശം. വലാ തഖ്തുലുൻ നഫ്സ്. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ് ഇസ്ലാമിന് നേരെ നടക്കുന്നത്, എന്തെല്ലാം കടന്നുകയറ്റങ്ങളാണ്. ഇസ്ലാം ഭീകരമാണ്, ഇസ്ലാം അന്യായമായി രക്തം ചിന്താൻ പഠിപ്പിക്കുന്ന മതമാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനിക്കപ്പെടലുകൾ അതിന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ആളുകളെയാണ്, എത്ര ജനങ്ങളെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ, ജൂത സയനിസ്റ്റുകൾ, നിരപരാധികൾ എത്ര പേരെയാണ് കൊന്നിട്ടുള്ളത്? ഫാസിസ്റ്റുകൾ എത്ര പേരെയാണ് കൊന്നിട്ടുള്ളത്? അവരുടെ രക്തങ്ങൾ നിരപരാധികളുടെ രക്തത്താൽ, അവരുടെ കൈകൾ നിരപരാധികളുടെ രക്തത്താൽ പാപമംഗിലമായിട്ടുണ്ട്. എത്ര എത്ര കലാപങ്ങൾക്കാണ് ഈ ഫാസിസ്റ്റുകൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കൊല്ലുക എന്ന് പറഞ്ഞാൽ നേരിട്ട് ആയുധമെടുത്ത് കൊല്ലണമെന്നില്ല. ഒരു ഉത്തരവ്, അല്ലെങ്കിൽ ഒരു നിശബ്ദത, അല്ലെങ്കിൽ ആയുധവും സൈന്യവും ഉണ്ടായിട്ട് കലാപം നടക്കുന്ന നാടുകളിൽ, കൊലപാതകങ്ങൾ നടക്കുന്ന നാടുകളിൽ അതിന്റെ തീ അണയ്ക്കാൻ ശ്രമിക്കാതെ ഭരണകൂടം മൗനം ദീക്ഷിക്കുക. ആ ഭരണാധികാരികൾ എത്ര വലിയ നീചന്മാരാണ്! എത്ര ആളുകളുടെ രക്തത്തിന്റെ കണക്ക് ഇവർ പറയേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഗുജറാത്തിൽ 2002 നടന്ന കലാപത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ, 2000-ഓളം മുസ്ലിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിനല്ലാത്ത ഇതര മതസ്ഥരും മരണപ്പെട്ടിട്ടുണ്ട്, നിരപരാധികളാണ്. അവരുടെ എല്ലാം രക്തത്തിന് ചില ഭരണാധികാരികൾ കണക്ക് പറയില്ല. പൊതുജനങ്ങളെ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും അതിലേക്ക് ഇളക്കി വിടുകയും ചെയ്തുകൊണ്ട് എത്ര മനുഷ്യരുടെ, സ്ത്രീകളുടെ, ഗർഭിണികളുടെ, കുട്ടികളുടെ, വൃദ്ധരുടെ, ഇവരുടെ എല്ലാം രക്തത്തിന്റെ കണക്ക് നാളെ ഇവർ പറയേണ്ടി വരും. അത് മുസ്ലിമിന്റെ, ഒരു മുസ്ലിമിനെ കൊന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു, കാരണം അവന്റെ ഈമാനുണ്ട്. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം. ഒരു വിശ്വാസിയെ ആരെങ്കിലും കരുതിക്കൂട്ടി കൊലപ്പെടുത്തുന്ന പക്ഷം അവനുള്ള പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹ, അവൻ അതിൽ ശാശ്വതനാണ്, നിത്യവാസിയാണ്. വഗദിബല്ലാഹു അലൈഹി വലഅന, അല്ലാഹു അവന്റെ മേൽ കോപിച്ചിരിക്കുന്നു, അവനെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹു അദാബൻ അദീമ, അതികഠിനമായ ശിക്ഷ അല്ലാഹു അവന് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. കൊലപാതകത്തിന്റെ വിഷയത്തിലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് തന്റെ കൈകളിൽ നിരപരാധിയുടെ രക്തം പുരളാതിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ. ഒരിക്കലും
ഇത്തരം കാര്യങ്ങളിൽ കൊലപാതകത്തിന്റെ ചിന്തകൾ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, കൊലപാതകം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവിഹിതങ്ങളുടെ പേരിൽ, സാമ്പത്തിക വിഷയം ചൂഷണങ്ങളുടെ പേരിൽ ഹണി ട്രാപ്പ് നടത്തിക്കൊണ്ട് കൊല്ലുന്നവർ, പിന്നെ അയൽവാസികൾ തമ്മിലുള്ള വാക്കേറ്റങ്ങളിൽ അവസാനം കൊലപാതകത്തിൽ കലാശിക്കുക, കുടുംബ ബന്ധങ്ങൾ പോലും സഹോദരങ്ങൾ പോലും പരസ്പരം കൊന്നും കൊലവിളിച്ചും നശിച്ചു തീരുക, ഇതെല്ലാം ഇങ്ങനെ കൊലപാതകങ്ങൾ വ്യാപിക്കുന്നുണ്ട്. കസ്റത്തുൽ ഹർജ്, കൊലപാതകങ്ങളുടെ ആധിക്യം അന്ത്യനാളിന്റെ ലക്ഷണമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, പ്രത്യേകിച്ച് തന്റെ വിശ്വാസിയായ സഹോദരന്റെ നേരെ ഒരു ആയുധമെടുത്ത് ചൂണ്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തി, തന്റെ സഹോദരന്റെ നേരെ ആരെങ്കിലും ഒരു ഇരുമ്പിന്റെ തുണ്ടെടുത്ത് ചൂണ്ടിയാൽ ഫഇന്നൽ മലായികത തൽഅനു, മലക്കുകൾ ആ വ്യക്തിയെ ശപിച്ചുകൊണ്ടേയിരിക്കും, ലഅനത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അവനത് വെക്കുന്നത് വരെ, അവനത് താഴെ വെക്കുന്നത് വരെ. ആ രണ്ടുപേർ ആയുധമെടുത്തിങ്ങനെ തമാശയ്ക്ക് ചൂണ്ടിയ വ്യക്തിയും ചൂണ്ടപ്പെട്ട വ്യക്തിയും ഒരു ഉമ്മയുടെയും വാപ്പയുടെയും സഹോദരന്മാരാണെങ്കിലും ശരി, തമാശ കളിച്ചതാകാം, കാര്യത്തിലുമാകാം, ആയുധമെടുത്ത് ചൂണ്ടിയാൽ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ചിലപ്പോൾ ഒരു വടിയെടുത്ത് ഇങ്ങനെ കാണിക്കും, ഇല്ലെങ്കിൽ ഒരു പിച്ചാത്തി കൊണ്ടെടുത്ത് ഇങ്ങനെ എപ്പോൾ കുത്തും എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ മലക്കുകളുടെ ലഅനത്ത് അവന്റെ മേൽ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം എപ്പോഴാണ് ഒരു വൈകാരികതയ്ക്ക് അടിപ്പെട്ട്, കോപത്തിനടിപ്പെട്ട് ആ ആയുധം തന്റെ സഹോദരന്റെ നെഞ്ചിൽ അവൻ വെക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് എടുക്കാൻ തമാശയ്ക്ക് പോലും പാടില്ല. അങ്ങനെ ഇസ്ലാമിന്റെ അധ്യാപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആരെങ്കിലും, ഇപ്പൊ പട്ടാളക്കാരൊക്കെ വാളും, ഇപ്പോ നമുക്കറിയാം പട്ടാളക്കാർ തോക്കും തൂക്കി നടക്കാറുണ്ട്. അത് പട്ടാളക്കാരുടെ ആയുധധാരികളാണ്, സൈനികരുടെ രീതിയാണ്, അതിന് തെറ്റൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൈനികർ കുന്തമോ വാളോ കൊണ്ട് നടക്കുന്നെങ്കിൽ അത് പുറകിൽ നടക്കണം, ഊരിപ്പിടിച്ച് നടക്കരുത് ജനങ്ങളുള്ളിടത്ത്. ഹദീസുകൾ നമുക്ക് കാണാം. കുന്തമുന എങ്ങാനും ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളുള്ളിടത്ത് പോകുമ്പോൾ തന്റെ കൈ കൊണ്ട് കുന്തമുന മറച്ചു പിടിച്ചേ നടക്കാവൂ എന്നൊക്കെ കണിശമായ നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു ഹദീസുകൾ കാണാം. എന്തിനാണ്? ഒരു നിരപരാധിക്ക് അതുകൊണ്ട് ഒരു മുറിവ് പോലും ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ്. ഇതെല്ലാം കൃത്യമായി നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യസാലൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനി, ഒരു സത്യവിശ്വാസി തന്റെ ദീനിന്റെ വിശാലതയിൽ തന്നെ അവൻ കഴിഞ്ഞുകൂടും. അവരുടെ ദീനിൽ ഒരു റാഹത്ത് കിട്ടും, ഈമാനിൽ ഉറച്ചു നിൽക്കും. ഏതുവരെ? മാലം യുസിബ് ദമൻ ഹറാമ, നിഷിദ്ധമായ ഒരു രക്തം അവന്റെ കയ്യിൽ പുരളാത്തിടത്തോളം. കൊല്ലാൻ പാടില്ലാത്ത രക്തം, ചിന്തപ്പെടാൻ പാടില്ലാത്ത ഒരാളുടെ രക്തം തന്റെ കയ്യിൽ പുരണ്ടാൽ അവൻ ദീനിന്റെ ഫുസ്ഹത്തിൽ നിന്ന് പോയി, ഈമാനിന്റെ വിശാലതയിൽ നിന്ന് അവന് പുറത്തുപോയി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളുടെ വലിയ അപകടമാണ്. നമ്മളെല്ലാം പലപ്പോഴും ചിന്തിക്കാം, അവനെ കൊന്നു കളഞ്ഞാലോ, അവനങ്ങ് തീർത്താലോ. പലരും വൈകാരികതയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് അവനെ കൊല്ലാൻ, അവനെ തീർത്ത് കളയാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു മനോഗതി. പ്രത്യേകിച്ച് ഇന്ന് ആക്ഷൻ ഫിലിംസ് കാണുന്ന ആളുകൾ വലിയ സ്റ്റണ്ടുകളാണ്, എങ്ങനെ കൊല്ലണം, കൊല്ലാനുള്ള തന്ത്രങ്ങൾ നമ്മൾ സിനിമ നോക്കിയുമായി കാണിച്ചു തരും. കൊന്നിട്ട് കൊലപാതകത്തിൽ നിന്ന് തടി തപ്പാനുള്ള വഴി അതും സിനിമ കാണിച്ചു തരും. ഇതൊക്കെ കണ്ട് ഭ്രാന്തമായ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ, സിനിമ സ്റ്റേജിൽ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇതൊക്കെ ഉണ്ട്. സിനിമകൾ വരുന്ന വിപത്തും ചെറുതൊന്നും അല്ലല്ലോ. സിനിമകൾ ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതിൽ വലിയ പങ്കുണ്ട്, ലഹരിക്ക് പങ്കുള്ളതുപോലെ. മറ്റൊരു ലഹരിയാണ്, ഭ്രാന്തമായ ലഹരിയാണ് സിനിമാ ലോകം. മ്ലേച്ഛ വൃത്തികളുടെ, അധാർമികതയുടെ കുത്തഴിഞ്ഞ ലോകമായ സിനിമ. അത് ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് ആക്ഷൻ ഫിലിംസ്, അത് കാണാൻ വേണ്ടി മാത്രം ചിലർക്കൊരു ഹരമാണ് അതിൽ കൊല്ലുന്നത്. അതിൽ നായകൻ എപ്പോഴും കൊന്നുകൊണ്ടേയിരിക്കും, വില്ലന്മാർ എപ്പോഴും കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നായകത്വം മനസ്സിലുണ്ടാക്കുക, അപരനെ, തന്റെ ശത്രുവിനെ വകവരുത്തുക, ഈ ചിന്ത മനസ്സിൽ അറിയാതെ ആശയമായി അത് കടന്നു കയറുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിനെ ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ
യഥാവിധം കാത്തു സൂക്ഷിക്കണമെന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ആത്മാവ്, ജീവൻ എന്നുള്ളത് അത് ഹനിക്കപ്പെടുമ്പോൾ 3 അവകാശങ്ങളാണ് അവിടെ ഹനിക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നാൽ 3 പേരോട് കണക്ക് പറയേണ്ടി വരും. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. കാരണം അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഒരു മനുഷ്യനെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അല്ലാഹുവാണ്. ആത്മാവ് നൽകിയതും സൃഷ്ടിച്ചതും അതിന്റെ യജമാനൻ അല്ലാഹുവാണ്. അവന്റെ അനുവാദമില്ലാതെ ഒരു മനുഷ്യനെ കൊന്നാൽ ഒന്നാമതായി കണക്ക് പറയേണ്ടി വരിക റബ്ബിനോടാണ്. അത് ഹഖുള്ളയാണ്. രണ്ടാമത്തത് ഹഖുൽ മഖ്തൂൽ, കൊല ചെയ്യപ്പെട്ട മനുഷ്യനും ഹക്കുണ്ട്. കാരണം അവന്റെ ആത്മാവിനെ അന്യായമായി കൊല്ലാൻ അവന് അനുവാദമില്ല. അവരന്റെ പണം പിടിച്ചെടുത്താൽ എന്തുണ്ടാകും? അതിനേക്കാൾ ഗൗരവമാണ് അവരന്റെ റൂഹ് പിടിച്ചാൽ. മൂന്നാമതായി ഹഖുൽ വലി ലിൽ മയ്യിത്ത് അല്ലെങ്കിൽ ലിൽ മഖ്തൂൽ, ഈ കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുമിത്രാദികളുടെ ഹക്ക്. ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ സ്വാഭാവികമായും അയാളുടെ മരണത്തോടുകൂടി സംഭവിക്കുന്നത് ചിലരുടെ സന്താനം, മക്കളാകും ഇല്ലാതാകുക. ചിലർക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെടും, ചിലർക്ക് സഹോദരങ്ങളെ നഷ്ടപ്പെടും. അപ്പൊ അവരുടെ നഷ്ടത്തിന് കൂടി കണക്ക് പറയേണ്ടി വരും. ഇതാണ് സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയാൽ, കൊലപാതകം നടത്തിയ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും ഏറ്റുപറയുകയും ചെയ്താൽ, ശിഷ്ടകാലം അയാൾ നന്നാക്കിയാൽ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള മാപ്പ് കിട്ടും. എന്നാലും 2 ഹക്ക് പിന്നെയും ബാക്കിയാണ്. ഒന്ന് കൊല ചെയ്യപ്പെട്ടവന്റെ ഹക്ക്, ഇനി അവന്റെ ബന്ധുമിത്രാദികളുടെ ഹക്ക്. അവരുടെ ഉത്തരവാണല്ലോ കൊന്നുകളഞ്ഞത്. ഇനി അവരും ദുനിയാവിൽ മാപ്പ് നൽകുകയാണെങ്കിൽ, കൊലയാളിക്ക് മാപ്പ് ചെയ്തു, വിട്ടുവീഴ്ച ചെയ്തു എങ്കിൽ അവിടെയും അവർ മുക്തമാകാം. എന്നാലും കൊലയാളിക്ക് ഒരു ഹക്ക് കൂടി ബാക്കിയാണ്, കൊല ചെയ്യപ്പെട്ടവന്റെ ഹക്ക്. അവൻ പരലോകത്ത് കണക്ക് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതൊരു പക്ഷേ അവന് വലിയൊരു ദുരന്തമായി മാറും. അതിൽ നിന്ന് മുക്തമാകണമെങ്കിൽ ആത്മാർത്ഥമായ പശ്ചാത്താപവും ആ കൊല ചെയ്യപ്പെട്ടവന്റെ മനസ്സിൽ അവൻ നിന്ന് മാപ്പ് പരലോകത്ത് കുടിക്കാനും മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. കൊല ചെയ്യപ്പെട്ടതിന് പകരമായി ഒരു പക്ഷേ കൊല ചെയ്യപ്പെട്ട വ്യക്തിക്ക് അല്ലാഹു പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും കൊലയാളിയെ അവന്റെ തൗബയുടെ കാഠിന്യം കൊണ്ട് അല്ലാഹു മുക്തമാക്കുകയും ചെയ്തേക്കാം. ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന നമുക്ക് കാണാം. അല്ലാത്ത പക്ഷം നശിച്ചത് തന്നെ, നിരപരാധിയുടെ രക്തം കയ്യിൽ പൊഴുന്താൽ അവൻ നാശത്തിലകപ്പെട്ടത് തന്നെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമതായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു വരുന്നതാണ് ആത്മഹത്യാ പ്രവണത. ഒരു കാലത്തൊക്കെ നമ്മൾ അഭിമാനിച്ചിരുന്നു, മുസ്ലിം സമൂഹം ആത്മഹത്യ കുറഞ്ഞ ഒരു സൊസൈറ്റിയാണ്. തവക്കുലും അള്ളാഹുവിലുള്ള വിശ്വാസവും അവരതിൽ നിന്ന് തടയുന്നു എന്നൊക്കെ നമ്മൾ അഭിമാനിച്ചിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കോമ അതിൽ വർദ്ധിച്ചു വരികയാണ്, ഗണ്യമായ വർധനം. ചെറുപ്പക്കാർ മൊബൈൽ ഫോൺ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്. നേരത്തെ പറഞ്ഞ അതേ കാരണങ്ങൾ, ലഹരിക്ക് അടിപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവർ, അവിഹിതങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവർ, സാമ്പത്തിക പരാധീനതകൾ കൊണ്ട്, ബാധ്യതകൾ കൊണ്ട് ആത്മഹത്യ ചെയ്ത് കളയുന്നവർ, എല്ലാത്തിനും ഒരു പരിഹാരം ഒളിച്ചോട്ടം ആത്മഹത്യയായി കാണുന്നവർ. കാരണം ഒരു പരലോക മനസ്സിൽ നിന്ന് പോയി ഈ ആത്മഹത്യ ചെയ്താൽ തന്നെ കാത്തിരിക്കുന്നത് എന്താണ്? മരണത്തിനും അപ്പുറം എന്താണ് തന്നെ കാത്തിരിക്കുന്നത്? അതിനേക്കാൾ വലിയ ദുരന്തമാണ്, വലിയ ദുരിതത്തിലേക്കാണ് താൻ എടുത്തു ചാടുന്നത്, സ്വന്തത്തെ കൊല ചെയ്തുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറദ്ദ മിൻ ജബലിൻ ഫഖതല നഫ്സ. ആരെങ്കിലും ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന്, ഒരു മലയുടെ മുകളിൽ നിന്നോ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നോ താഴേക്ക് എടുത്ത് ചാടി മരിച്ചാൽ ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ. എന്നെന്നും അവൻ നരകത്തിൽ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും അടിയിൽ. ആ ശിക്ഷ അവൻ ഇങ്ങനെ തുടരുമെന്നാണ്. നരകശിക്ഷയ്ക്ക് പറഞ്ഞ അവൻ ഈ ഒരു ശിക്ഷ ആത്മഹത്യ ചെയ്തതിന്റെ തൽഫലമായി വിഷം കുടിച്ചു കഴിഞ്ഞാൽ വിഷം അവന്റെ കയ്യിലുണ്ടാകും. നരകശിക്ഷയ്ക്ക് പുറമെ അവനെ ഉപദ്രവിക്കുന്ന വിഷം അവൻ കുടിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ കഷ്ണമോ മറ്റോ കൊണ്ട് സ്വയം കൊലപ്പെടുത്തിയാൽ, അപ്പോൾ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്യുന്നത് ആ രൂപത്തിൽ അവൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആത്മഹത്യ പരിഹാരമല്ല.
ഈ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഒരിക്കലും ഒരു മുഅ്മിനിന് പരിഹാരം നൽകുന്നില്ല, സമാധാനം തരുന്നില്ല, മറിച്ച് കൂടുതൽ ദുരന്തത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പരലോകബോധമുള്ള അള്ളാഹുവിനെ കാണണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മുസ്ലിമും ആ കടന്തിൽ ചെയ്യുകയില്ല. കാരണം അവന്റെ നഫ്സ് അവൻ്റെതല്ല, അവന്റെ റബ്ബിൻ്റെതാണ്. റബ്ബ് നൽകിയ ആത്മാവിനെ സ്വയം കൊലപ്പെടുത്തുവാനും അള്ളാഹു അനുവാദം നൽകുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകൾക്ക് ജീവിതത്തിന്റെ വലിയ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ സ്വയം തോന്നുന്ന മനുഷ്യന്മാരെന്ന് തീർന്നാലും ഇതോടുകൂടി ജീവിതം അവസാനിപ്പിച്ചാലും എന്തിനിങ്ങനെ ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന നിസ്കരിക്കുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ്. അതൊന്നും വിശ്വാസികളായ നമുക്ക് ഉണ്ടായിക്കൂടാ. ജീവിതം പരീക്ഷണത്തിന്റെ സ്ഥലം തന്നെയാണ്. പരീക്ഷണങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ശരിയായ ഈമാനിലും തഖ്വയിലും തവക്കുലിലുമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു പരിഹാരം എളുപ്പം നമുക്ക് ഉണ്ടാക്കി തരുമെന്നത് തീർച്ചയാണ്. നമ്മൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കുക. ഇന്നമൽ ഉസ്രി യുസ്റ, ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ എളുപ്പത്തെ നമ്മൾ പ്രതീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും തഖ്വയും നിലനിർത്തി മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കുകയും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ ഉത്തമരായ അനുജന്മാരുടെയും സഹവാസം കിട്ടുന്ന സുഹബത്ത് കിട്ടുന്ന സ്വർഗത്തിൽ അവരുടെ സന്നിധിയിൽ ഹാജരാകാൻ പറ്റുന്ന ഉന്നതരായ ആളുകളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു അവരുടെ അപകടങ്ങൾ വിശാലമാക്കുകയും അത് റൗദത്തുൽ മിൻ റിയാദിൽ ജന്നയാക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക ഞെരുക്കം കൊണ്ടും പൊറുതിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു വിശാലത നൽകുകയും പ്രയാസങ്ങൾ നീക്കുകയും ചെയ്യുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم.